ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നടക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങളിങ്ങനെ അരികമ്പുല്ല് ജ്യൂസില്ലേ, അതായത് കറുകപ്പുല്ല്, ഗണപതിക്ക് വെക്കുന്ന പുല്ലില്ലേ, അത് വെച്ചിട്ടുള്ള ജ്യൂസ് കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മുന്നേയൊക്കെ ഞങ്ങൾ വീക്ക്ലി 2 ദിവസമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡെയിലി കുടിച്ചിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ഒരു ഡ്രിങ്ക് വെറും വയറ്റിൽ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടെ പോയേക്കുവാണ്. അങ്ങനെ നേരെ ഞങ്ങൾ പതിവ് പോലെ തന്നെ കരിക്ക് കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും നല്ലതാണ് കേട്ടോ. ഒന്ന് നടന്നൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് ഈ കരിക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വെറും വയറ്റിൽ രാവിലെയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതേ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ലേക്കിൻ്റെ അവിടെ വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ശരിക്കും ഞങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാനും ഹസ്ബൻഡും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം സിമിലർ ക്യാരക്ടറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പ്രകൃതിയെ നോക്കി നിൽക്കാനും കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് മാറി സ്വസ്ഥമായിട്ട് ഒന്നും ചിന്തിക്കാതെ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം ശരിക്കും ഞങ്ങളുടെ ഒരു അസ് ടൈമും കൂടിയാണ്. ആർമി സ്കൂളിലൊക്കെ പോയേക്കുകയാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമുള്ളൊരു ടൈമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബോണ്ടിങ് കിട്ടാനും അതുപോലെ ഞങ്ങൾക്ക് പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ഞങ്ങളിങ്ങനെ വന്ന് നിൽക്കാറുണ്ട് ഇവിടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആഫ്റ്റർ മാരേജ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കുറഞ്ഞാണ് വരുന്നത് അല്ലേ പൊതുവിൽ എല്ലാവരുടെ ലൈഫിലും. ഒന്നുകിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അതിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പാർട്ട്ണറുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ പ്രാരാബ്ദങ്ങൾക്കും ജീവിതത്തിലെ തിരക്കിനിടയിലും ഒക്കെ വർക്ക് പ്രഷറിനും ഒക്കെ ഇടയിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് കുറച്ച് നേരം നമ്മൾ മാത്രമായിട്ടുള്ളൊരു ലോകത്തേക്ക് മാറി നിൽക്കുക. അത് നിങ്ങളെ കൂടുതൽ മെൻ്റലി നിങ്ങൾക്ക് കൂടുതൽ സമാധാനം കിട്ടാനും പരസ്പരം തുറന്ന് പറയാനും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം ഒരാളും കൂടി ഉണ്ട് എന്നുള്ളൊരു ബോധ്യമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പരസ്പരം ഫാമിലി, അതായത് ഹസ്ബൻഡും വൈഫുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ പരസ്പരം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും കൂടുതൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. എൻ്റെ ഒരു സജഷനാണ്. പലരും പറയുന്നത് ഹസ്ബൻഡ് അങ്ങനെ ഒന്നും മൈൻഡൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ്. എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ അതിനൊരു മുൻകൈ എടുത്ത് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് വന്നു. കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ തന്നെ ആമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പം മാവ് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ചമ്മന്തി ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് ഹസ്ബൻഡിനെ ഇതുപോലെ പപ്പായ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഹസ്ബൻഡ് വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഫുഡൊന്നും കഴിക്കത്തില്ല പുള്ളി. അപ്പോൾ അതുകൊണ്ട് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുപോലെ രാവിലെ പപ്പായ മതിയെന്ന്. ശരിക്കും ഈ പപ്പായ മേടിച്ചിട്ട് 2-3 ദിവസമായി. പക്ഷെ ഇപ്പോഴാണ് ഇത് നന്നായിട്ട് പഴുത്തത്. അപ്പോൾ ഇത് ശരിക്കും ഹൈബ്രിഡ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ നാടൻ പപ്പായൊന്നും അല്ല. അപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചേക്കും ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത്രയും നല്ലതൊന്നും കിട്ടത്തില്ല, എന്നാലും കിട്ടുന്നത് ഞങ്ങൾ മാക്സിമം കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അപ്പം കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 2 അപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പപ്പായയും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ വീട് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. വലിയ മാറ്റമൊന്നും അല്ല, പക്ഷേ ഒരു ചെറിയൊരു കാര്യമാണ് ചെയ്തതെങ്കിൽ പോലും അത് എനിക്ക് ഭയങ്കര വലിയൊരു മാറ്റമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ വന്നിട്ട് റൂമൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ രാവിലെ ആമി സ്കൂളിൽ പോകുന്നത് കൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഞങ്ങൾ നടക്കാൻ പോവാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ ഒരു രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ബെഡ് മേക്ക് ചെയ്യുന്നൊരു കാര്യം എനിക്ക് പോസിബിൾ അല്ല. അപ്പം നിങ്ങൾക്ക് തീരെ കുഞ്ഞു മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേക്കത്തില്ലല്ലോ, മിക്കവാറും കുട്ടികളൊക്കെ ഉറക്കമായിരിക്കില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ഹോം മേക്കേഴ്സിന് റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റൂം ഒന്ന് നീറ്റ്നെസ് ആക്കി ഒന്ന് ടൈഡിങ് അപ്പ് ചെയ്ത് ഇടുമ്പോൾ തന്നെ നമ്മളുടെ വീടും അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ഒന്ന് ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിക്കുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നും. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇക്കിഗായി എന്ന് പറയുന്ന പുസ്തകത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ്, അതിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മാക്സിമം ബെഡ് മേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂ. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, വലിയ കുട്ടികളാണെങ്കിൽ പറ്റും. എനിക്കിപ്പോൾ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പറ്റുന്നത്
ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഡെയിലി ഇങ്ങനെ ബെഡ് ഒന്ന് നീറ്റാക്കി ഇടാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ബെഡ്ഷീറ്റ് വിരിക്കാറൊന്നുമില്ല, 2 ദിവസത്തിലൊരിക്കലാണ് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴുകുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ആ ബെഡ് കവർ തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഈ 2 കർട്ടൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, മുന്നേ ഞാൻ മേടിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം മേടിച്ചതാണ്, ശരവണ സ്റ്റോറിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഞാൻ അന്ന് ഇത് എടുത്തത് നമ്മുടെ ബെഡ്റൂമിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് 2 എണ്ണം എടുത്തെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഓരോ പീസ് വെച്ചാണ് എടുത്തത്. പിന്നെ ഈ ഒരു കർട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം മീഷോന്ന് ഞാൻ എടുത്തതാണെന്ന്, ഒരു വൈറ്റിൻ്റെ ഒരു സെറ്റ്. പിന്നെ വേറെ 2-3 ഐറ്റംസും കൂടി ഞാൻ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഒരു ഐറ്റമാണിത്. അപ്പോൾ എനിക്കിത് നമ്മുടെ കിച്ചണിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാൻഡ് ടവലാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ നമുക്കിത് ഹാങ് ചെയ്തിടാം കേട്ടോ. 6 എണ്ണം വരുന്നൊരു പീസാണ്. 149 രൂപയായിരുന്നു ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ്. കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ അടുത്ത് ഓൾറെഡി കിച്ചണിൽ ഇതുപോലെ ഒരെണ്ണം ഇരിപ്പുണ്ട്, പക്ഷെ അത് ഒരെണ്ണമാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അത് അത്യാവശ്യം 200 രൂപയ്ക്ക് മേലായിട്ടുണ്ട്, പക്ഷേ കുറച്ച് സൈസ് വലുതാണ്. പക്ഷേ ഇത് നല്ല ചെറുതാണ്, കാണാൻ ഭയങ്കര ക്യൂട്ട് ലുക്കായിരുന്നു. 6 എണ്ണം 150 റുപ്പീസിന് എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ ഈ ഒരു കേർട്ടൻ്റെ ഈ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേർട്ടൻ്റെ കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ നെറ്റ് പോലത്തെ ഒരു മോഡൽ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെനിക്ക് നമ്മുടെ ലിവിങ് റൂമിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു അതേ വൈറ്റിൻ്റെ അതേ ടെക്സ്ചറിൽ വരുന്ന തുണിയാണെന്നാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു മെറ്റീരിയലിനെ കുറിച്ച്, പക്ഷേ ഞാൻ അത് ശ്രദ്ധിക്കാതെയാണ് എടുത്തത്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ലൈറ്റ് വെയ്റ്റും ആണ്, കാണാൻ നല്ലൊരു എലഗൻസ് ലുക്കാണ്, മാത്രമല്ല ഒരു കോസി ആയിട്ടുള്ളൊരു അസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും നമ്മളുടെ വീടിന്. അപ്പം ഞാനിതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള വ്യൂസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് നമ്മളുടെ വീടിന് വന്നിട്ടുള്ള ആ ഒരു ഭംഗിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീടിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നമ്മളുടെ വീട് എത്ര മോശപ്പെട്ട ചുവരുകളാണെങ്കിലും, ചിലപ്പോൾ ഈ പെയിൻ്റൊക്കെ ഇളകിയിട്ട് വല്ലാത്തൊരു ഇതിലിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ, ഒരുപാട് പഴയ വീടൊക്കെ ആണെങ്കിൽ ഇതുപോലെ വൈറ്റ് കളറിൽ വരുന്ന കേർട്ടൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വീട് ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് എനിക്കൊരു വൈറ്റ് കേർട്ടൻസ് എടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ കുറേശ്ശെ പൈസ കിട്ടുന്നതിനനുസരിച്ച് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. വേണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാനിപ്പോൾ. എൻ്റെ അടുത്ത് ഓൾറെഡി ഇരിക്കുന്ന കേർട്ടൻസൊക്കെ ഞാൻ പറഞ്ഞല്ലോ ശരവണയിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ എങ്കിൽ അതാണെങ്കിൽ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300-ന് അടുപ്പിച്ചാണ് ഒരു പീസിന് തന്നെ ആയിട്ടുള്ളത്. പക്ഷെ എന്തായാലും അത് വർത്ത് തന്നെയാണ്. ഇത്രയും വർഷമായിട്ട് ഏകദേശം ഒരു 4 വർഷത്തിന് മേലെ ആവുന്നു ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട്. എന്നിട്ട് പോലും ആ ഒരു കേർട്ടൻസിന് ഒന്നും ഒരു പ്രശ്നവും വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഒത്തിരി തവണ കഴുകിയതൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഈ കേർട്ടൻസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് ഇവിടുത്തെ ജനാലയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും 7 അടിയുടെ കേർട്ടനാണ്, ശരിക്കും ഇത് ഡോർ കർട്ടനാണ്. പക്ഷേ ഞാൻ അവിടെ ഒരു ഭാഗത്ത് സോഫ വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ലെങ്ത് താഴോട്ട് ഉള്ളത് അറിയാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 അടിയുടേത് എടുക്കാം കേട്ടോ. 5 ഫീറ്റിൻ്റെതും ഉണ്ട്. ഞാനിപ്പോൾ 7 ഫീറ്റിൻ്റെതാണ് എടുത്തത്. പിന്നെ സൈഡിൽ ആ ഒരു മേപ്പിൾ ലീവ്സും മണി പ്ലാന്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴല്ല ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്, നൈറ്റാണ് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. മാത്രമല്ല നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ്. വീട് കുറച്ചും കൂടി വലുതായതായിട്ട് നമുക്ക് തോന്നും. കാരണം വൈറ്റ് കളർ കേർട്ടൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിന് കുറച്ച് നല്ലൊരു സ്പേസ് കൂടുതലായിട്ട് ഉള്ള പോലെ തോന്നും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഓൾറെഡി ഇരിക്കുന്ന ഈ കേർട്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നെയാണ് ക്ലീൻ ചെയ്തത്, കഴുകുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാനിത് മാറ്റുന്നതിനോടൊപ്പം കഴുകുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി അലമാരയിലോട്ട് വെക്കുവാനാണ് പോകുന്നത്. അഴുക്കില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കഴുകി മടക്കി വെക്കാത്തത്. അപ്പോൾ നമുക്ക് കേർട്ടൻസൊക്കെ ഇടാം. കേർട്ടൻസൊക്കെ ഇടുന്നതിനിടയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിക് പീപ്പിൾസിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഒത്തിരി നമ്മൾ ന്യൂസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലേ. നമ്മളുടെ ലൈഫിൽ പോലും പലരും ചിലപ്പോൾ അങ്ങനെ കടന്നു പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇപ്പോഴും ഒത്തിരി പേര് ടോക്സിക് പീപ്പിൾസിൻ്റെ കൂടെ ജീവിക്കുന്നവരുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിലും, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും, ഇപ്പോൾ ലവേഴ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഇൻലോസോ ഈവൻ പാരൻസ് പോലും ടോക്സിക് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എസ്പെഷ്യലി പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് ടോക്സിക് പീപ്പിൾസിനെ ഒരുപാട് നേരിടേണ്ടി വരുന്നതല്ലേ. അപ്പോൾ അതിന് നമുക്ക് സ്മാർട്ടായിട്ട് അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. മിക്കവാറും എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ പതിയെ നമുക്ക് എടുത്ത ഉടനെ തന്നെ നമ്മളുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഗ്രാജുവലി നമുക്കത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായിരിക്കാം ഇങ്ങനെ ടോക്സിസിറ്റി വരുന്നത്, ചിലപ്പോൾ നമ്മളുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്നായിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ആളാണ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്ന ആളിൻ്റെ ടോക്സിക് സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തിയിലും അല്ലെങ്കിൽ സംസാരത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അവരോട് എത്ര പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് വളരെ നെഗറ്റീവായിട്ടായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും കുറ്റം പറച്ചിലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമായിരിക്കും കേട്ടോ അവർക്ക്. അപ്പം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അവർ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് പറയും, അതായത് ഉണ്ടാക്കി പറയും. അതായത് മാനിപ്പുലേറ്റ് ചെയ്ത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുകയും ഉള്ളതിനെ പെരുപ്പിച്ച് പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രാമ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ഒരു ഡ്രാമാറ്റിക് രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. നമ്മൾ അറിയുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളായിരിക്കും അവർ നമ്മൾ ചെയ്തതായിട്ട്, അതായത് അവർ നാടകീയമായിട്ട് എല്ലാം പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർ ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മൾ പറയുന്ന ഒരു അർത്ഥത്തിലായിരിക്കില്ല അവർ ആ കാര്യത്തെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ബിഹേവിയേഴ്സ് ഉള്ള ആളുകളെയാണ് നമുക്ക് ടോക്സിക് കാറ്റഗറിയിലേക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റുന്നത്. അപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇത്തരം ആളുകളിലോട്ട് നിങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവരോടൊപ്പമാണോ സഹവസിക്കുന്നത് എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടോക്സിക് പീപ്പിൾസിന്റെ ഏറ്റവും വലിയൊരു മോശപ്പെട്ടൊരു സ്വഭാവം എന്ന് പറയുന്നത് ഇവർ നമുക്ക് ഒട്ടും തന്നെ റെസ്പെക്ട് തരത്തില്ല. അതുപോലെ തന്നെ നമ്മളുടെ ബൗണ്ടറീസ് അവർ ക്രോസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബൗണ്ടറീസിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യം പറയാൻ നമുക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചോളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാൾ അത്രയും ഒരു സ്വാതന്ത്ര്യം തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരോട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് പോകത്തില്ല. അതാണ് എൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ടോക്സിക് പീപ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ എത്ര ബൗണ്ടറി സെറ്റ് ചെയ്താലും അവർ അതിനപ്പുറത്തേക്ക് നമ്മളിലേക്ക് കയറി വന്നിട്ട് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി എല്ലാം ഡ്രെയിൻ ചെയ്തുകൊണ്ട് അവരിങ്ങനെ നമ്മളെ ഇങ്ങനെ പുറകെ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോ തവണ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴും നമ്മളുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്നത് പോലെയും അതുപോലെ തന്നെ നമുക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. ഇനി അടുത്ത് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിതിൽ നിന്ന് എങ്ങനെയാണ് മോചനം നേടേണ്ടതെന്നാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഒരാളെ നമ്മൾ ഏത് രീതിക്ക് നിർത്തണം എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിനെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇടപെടുത്തുക, അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കയറി വരണ്ട എന്നുള്ളത് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പറയേണ്ട കാര്യമില്ല. പല രീതിയിലും നിങ്ങൾക്ക് അവരോടത് കാണിക്കാനായിട്ട് പറ്റും. അതിന് നമുക്കിങ്ങനെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വഴക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ അടിപിടി കൂടിയോ ഒന്നും നമ്മളത് ചെയ്യേണ്ട. വളരെ കാമായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവരോട് സംസാരിക്കാം. അവരെന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് പറയാം, ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നതിൽ കംഫർട്ട് അല്ല എന്ന് പറയാം. ഇത് എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നത് ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരോട് ഈ റീസെൻ്റ് ആയിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത ആ സ്വഭാവമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും മുഖത്ത് നോക്കി തന്നെ പറയും, എനിക്ക് ഡിസ്റ്റർബൻസ് ആണെന്നുള്ള, ഐ ആം നോട്ട് കംഫർട്ടബിൾ എന്ന് പറയും. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ്. എന്നെക്കൊണ്ട് ഒട്ടും പറ്റാതിരുന്നൊരു കാര്യമാണ് മുന്നേയൊക്കെ എനിക്ക് ഒരാളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മളവരെങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്നുള്ളത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ വളരെ സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരാളാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിലെ തന്നെ അവരോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. വളരെ കാമായിട്ട് കൊണ്ട് ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. മാക്സിമം നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കാം. പക്ഷെ പിന്നെയും അവർ നമ്മളോട് ഭയങ്കരമായിട്ട് ഇതായി ടോക്സിസിറ്റി കാണിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അവരെ അങ്ങ് ഒഴിവാക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി തന്നെ അവരോട് പറയണം, എനിക്ക് എൻ്റെ സ്പേസ് വേണം, എനിക്കിപ്പോൾ സമയമില്ല എന്ന് നമുക്ക് പറഞ്ഞവരെ ഒഴിവാക്കാം. അങ്ങനത്തെ ആൾക്കാർ നമ്മളോട് സംസാരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, സോറി എനിക്കിപ്പോൾ ടൈമില്ല, ഞാൻ കുറച്ച് ബിസിയാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പതിയെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും, ഇത്രയും കാര്യങ്ങൾ വളരെ കാമായിട്ട് നമ്മൾ ഒരാളോട് പറയുമ്പോൾ തന്നെ നമുക്ക് ബൗണ്ടറീസ് അവരായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ പറയണം. അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയും വേണ്ട, വളരെ സമാധാനത്തോടു കൂടി നമുക്ക് പറയുകയും ചെയ്യാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓർ എൻഡ് കോണ്ടാക്ട് എന്നുള്ളതാണ്.
നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ആൾക്കാർക്കും നമ്മളോട് സ്നേഹമാണ്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും നല്ലവരാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് ഒരു യോഗ്യത വേണം അല്ലേ. ഞാൻ വേറെ നെഗറ്റീവ് അർത്ഥത്തിലല്ല ഇത് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. നമ്മളുടെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും കൂടെ കൂട്ടരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ ദോഷങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് എവരി വൺ ഡിസേർവ്സ് ആക്സസ് ടു യു. എല്ലാവർക്കും നിങ്ങളോട് സഹകരിക്കാനുള്ളൊരു യോഗ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ലിമിറ്റ് കോണ്ടാക്ട്. അതായത് നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ചു കൊണ്ടുവരിക കേട്ടോ. അതായത് ലിമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അവരുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവരോട് സംസാരിക്കുക. 24 hours സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. പക്ഷേ നമുക്ക് അവരുമായിട്ടുള്ളൊരു സഹവാസം, ഒരു ഇൻട്രാക്ഷൻസ് നമുക്ക് പതിയെ പതിയെ കുറച്ചു കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ലിമിറ്റ് അല്ലെങ്കിൽ എൻഡ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഞാനൊരിക്കൽ നമ്മളുടെ ഒരു വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനായിട്ട് നമ്മളുടെ ഫോണിൽ തന്നെ തന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അൺസേവ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരാളുമായിട്ട് സംസാരിക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കത്തില്ലേ. അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാതെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാതിരിക്കാനോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കില്ലേ. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ലൈഫിലും അപ്ലൈ ചെയ്യേണ്ടത്. അവരുമായിട്ട് പതിയെ അങ്ങോട്ട് സഹവാസം കുറച്ചു കൊണ്ടുവരിക. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് എൻഗേജ് ഇൻ ദ ഡ്രാമ. അതായത് ഇത്തരം ആളുകൾ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഭയങ്കരമായിട്ട് ഡ്രാമ കാണിക്കും. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, നമ്മുടെ ഭാഗത്തായിരിക്കാം ശരി, പക്ഷേ അവരിങ്ങനെ കരഞ്ഞ് കൂവി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഡ്രാമാറ്റിക് ആയിട്ട് സിറ്റുവേഷൻസിനെ ഇതാക്കും. കണ്ടുകൊണ്ട് നിൽക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കും, ഓ ശരിയാണല്ലോ ഈ കുട്ടി പറയുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ കാമായിട്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അവർ എത്രത്തോളം റൈസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾ സൈലൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റ്സിൽ കയറി ഇടപെട്ടിട്ട് നമ്മൾ വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. അത് നമ്മുടെ ഭാവിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും, നമ്മളുടെ പോസിറ്റീവ് എനർജി ഡ്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കാമായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ഞാനിതിൻ്റെ ലൈഫിൽ തന്നെ ഒത്തിരി തവണ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ, അവർ നോക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയും വേണം, എന്നാൽ അതേസമയം നമ്മളത് ബോധർ ചെയ്യാനും പാടില്ല. എന്നിട്ട് നമുക്ക് പറയേണ്ട മറുപടികൾ വളരെ ഷോർട്ടായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ പോലെ കിടന്ന് ഡ്രാമ കളിച്ചിട്ട് അവിടെ ഒരു വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും പറ്റും കേട്ടോ. നമ്മുടെ ഒരു ചിന്തയാണ് ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടാണ് നമുക്കത് പറ്റില്ല എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരിക്കലെങ്കിലും ഒരാളോടെങ്കിലും നിങ്ങളിത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒത്തിരി മനുഷ്യന്മാരെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൈലൻസ് ഈസ് പവർഫുൾ എന്നാണ്. എപ്പോഴും നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. എപ്പോഴും സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും അല്ല, ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം, വീക്ഷിക്കണം, മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. എന്നിട്ട് അതിന് പറ്റുന്ന രീതിയിൽ വളരെ കാമായിട്ട് നമുക്ക് പറയേണ്ട പോയിന്റ്സുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവർക്കൊരു മറുപടി കൊടുക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ജേണൽ എഴുതാം. ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചാനലിൽ തന്നെ. ജേണൽ എഴുതുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് റിലാക്സ് ആവാനായിട്ട് പറ്റും. മറ്റൊരാൾ നമ്മളെ വേദനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ജേണലിലോട്ട് പകർത്തി എഴുതാം. ജേണൽ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമൊന്നും അല്ല. ഒരു പഴയൊരു നോട്ട്ബുക്കോ പഴയൊരു ഡയറിയോ എടുത്ത് വെച്ചിട്ട് അവർ നമ്മളോട് ചെയ്ത ക്രൂരതകളും നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിക്കുക. അതിനുശേഷം അത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ച് കളയുകയോ അത് ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഭാരം പോയി കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കൊണ്ട് ജേണലിലൊന്നും ഇതൊന്നും നിൽക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു തെറാപ്പിസ്റ്റിനെ കാണുക. നമുക്കിവിടെ ഒത്തിരി സൈക്കാട്രിസ്റ്റുകളെ അവൈലബിൾ ആണല്ലേ. അപ്പം നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കാണുക. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, പലരും ആയിരിക്കാം. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് കൗൺസിലിംഗ് നേടാം. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് എത്ര കൗൺസിലിംഗ് എടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം.
പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൽ ഒട്ടും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയമ നടപടികളിലേക്ക് പോവുക. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാരൻസിനെ അറിയിക്കുക. പിന്നെ ചെറിയ ചെറിയ മെഡിറ്റേഷൻ, യോഗ, അതുപോലെ ബ്രീതിങ് എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മൈൻഡ് ഒന്ന് കാമാവും. അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് സെൽഫ് കെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. സെൽഫ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭംഗിയായിട്ട് ഒരുങ്ങി വൃത്തിയായിട്ട് നടക്കുന്നത് മാത്രമല്ല കേട്ടോ, അതിൽ വരുന്നത് നല്ല ഉറക്കം. നന്നായിട്ട് ഉറങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ള ദേഷ്യവും മറ്റുള്ളവരുള്ള വൈരാഗ്യവും എല്ലാം പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന്. ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്ന ആൾക്കാർ പോലും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഒന്ന് റിലാക്സ് ആയതുപോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക, ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക, ഹോബീസിൽ എന്തെങ്കിലും ഏർപ്പെടുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് സെൽഫ് കെയറിൽ വരുന്ന കാര്യങ്ങൾ. എന്ത് വേണോ നിങ്ങളുടെ സന്തോഷത്തിന് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഏർപ്പെടാം. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. പിന്നെ എൻ്റെ വ്ളോഗ് എടുക്കലാണ്, എഡിറ്റിംഗ് ചെയ്യുന്നതാണ്, പിന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്, റീഡിങ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ് അല്ലെങ്കിൽ എൻ്റെ സെൽഫ് കെയർ എന്ന് പറയുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് സമയം വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ തന്നെ എന്നെ സ്വയം മാറ്റി കൂടുതൽ ഞാൻ ഇത്തരം ആളുകളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ഒഴിവാകുകയാണ് ചെയ്തത്. ലാസ്റ്റ് പോയിന്റ് ആണ് റീ ഇവാലുവേറ്റ് ദ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഒന്ന് റീ ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ സഹവസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് 2-3 തവണ നിങ്ങൾ ചിന്തിക്കുക. ഒന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് ആ വ്യക്തി സന്തോഷം തരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പതിയെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാകുകയാണ് വേണ്ടത്. അതിപ്പോൾ എത്ര തന്നെ വലിയ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും, എത്ര വലിയ പാർട്ട്ണർ എന്ന് പറഞ്ഞാലും, ഇനിയിപ്പോൾ പാരൻസ് ആണെങ്കിൽ കൂടി. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മളോട് സ്വയം ചോദിക്കുക, ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി തരുന്ന വ്യക്തിയാണോ ഞാൻ എൻ്റെ കൂടെ ഇപ്പോൾ കൂട്ടിയേക്കുന്നതെന്ന്. അടുത്തൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരോട് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അവരോട് എപ്പോഴും അവരെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ അവരോട് ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ തിരിച്ച് അവരിങ്ങോട്ട് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണ്ട സമയത്ത് അവർ നിങ്ങൾക്ക് അവൈലബിൾ അല്ലാതിരിക്കുക, അവർ നിങ്ങളെ ഒഴിവാക്കുക, ഇത്തരം കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താണ് പ്രയോജനം അല്ലേ? അപ്പം നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക, ഈ വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ റിലേഷൻഷിപ്പ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ സമാധാനം നിങ്ങൾ സംരക്ഷിക്കുന്നത് അതൊരിക്കലും ഒരു തെറ്റല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുകയേ ചെയ്യേണ്ട. പലർക്കും തോന്നുമായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, ഇതൊക്കെ നടക്കാനായിട്ട് പോകുന്നില്ല, ഇത്രയും സെൽഫിഷ് ആവാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ ആ ടോക്സിക് പീപ്പിളിനെ സഹിച്ചേ പറ്റത്തുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് വരണം. നിങ്ങളെ കൊണ്ട് ഒരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപോലെ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി സമാധാനമുണ്ട്. ആവശ്യമില്ലാന്ന് തോന്നിയ ഒത്തിരി റിലേഷൻഷിപ്പുകളും ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളും ഞങ്ങൾ ലൈഫിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷമമോ സങ്കടമോ അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധം ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഞങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഒത്തിരി സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത് വിജയിച്ച കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൽ പല പോയിന്റ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മളുടെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. അതൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.